നമ്മളിൽ പലർക്കും ഒരു കോമൺ പ്രോബ്ലമുണ്ട്. നല്ലോണം പണം സമ്പാദിക്കുന്നുണ്ട്, പക്ഷേ മാസം കഴിയുമ്പോഴേക്കും പേഴ്സിൽ കുറച്ച് രൂപ മാത്രമേ മിച്ചം ഉണ്ടാവൂ. എന്താണ് കാര്യം? നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില തെറ്റുകളാണ് ഇതിന് കാരണം. ആദ്യം, വരുമാനത്തേക്കാൾ കൂടുതലായി ചെലവഴിക്കൽ. ഉദാഹരണം, വേതനം 30,000 രൂപ. ചെലവ് 35,000 രൂപ. ബാക്കി 5,000 രൂപ ക്രെഡിറ്റ് കാർഡ്. ഷോർട്ട് ടെർമിൽ ഇത് നമ്മൾക്ക് സന്തോഷം നൽകും. ലോങ് ടെർമിൽ EMI, പലിശ, ടെൻഷൻ മാത്രമേ ബാക്കിയുണ്ടാവൂ. ഒരു കൂട്ടുകാരൻ എല്ലാ മാസവും പാർട്ടി, വീക്കെൻഡ് ട്രിപ്പ്, ബ്രാൻഡഡ് ഷൂസ് എല്ലാം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യുന്നു. ഇപ്പോൾ സാലറി മുഴുവനും ലോൺ അടക്കാൻ മാത്രമേ മിച്ചം ഉണ്ടാവൂ. ഇത് ഒഴിവാക്കാൻ 50-30-20 റൂൾ ഫോളോ ചെയ്യുക. വരുമാനത്തിന്റെ 50% നീഡ്സ്, നിത്യച്ചെലവിന് ഉള്ള കാര്യങ്ങൾക്കായി മാറ്റിവെക്കുക. 30% വാൻസ്, നമ്മൾക്ക് ആഗ്രഹം ഉള്ള കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, പുറത്ത് പോയി ഫുഡ് കഴിക്കുക, ട്രിപ്പ് പോവുക. 20% സേവിങ്സ്, മ്യൂച്വൽ ഫണ്ട്, ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ് കൂടുതൽ നല്ലത്. വാൻസ് കൺട്രോൾ ചെയ്യുന്നത് ആണ് നിങ്ങളുടെ കഴിവ്. രണ്ടാമത്തെ തെറ്റ്, പെട്ടെന്ന് ഉള്ള ആവേശത്തിൽ ഉള്ള ഷോപ്പിംഗ്. ഓഫർ കണ്ടാൽ ഉടനെ വാങ്ങുക. ഒരു മൂഡിൽ വാങ്ങുക. എന്നിട്ട് പിന്നീട് അത് ആലോചിച്ച് വിഷമിക്കുക. ഇത് ഒഴിവാക്കാൻ ഉള്ള ടിപ്പ് 24 ഹവർ റൂൾ ആണ്. വാങ്ങണം എന്ന് തോന്നിയാൽ 24 ഹവർ വെയിറ്റ് ചെയ്ത് സ്റ്റിൽ ആവശ്യമാണോ എന്ന് നോക്കുക. എന്നിട്ട് ആവശ്യമാണ് എന്ന് തോന്നിയാൽ മാത്രം വാങ്ങുക. മൂന്നാമത്തെ, എമർജൻസി ഫണ്ട് ഇല്ലാത്തത്. ലൈഫ് മുൻകൂട്ടി കാണാൻ പറ്റില്ല. മെഡിക്കൽ ബില്ല്, വെഹിക്കിൾ റിപ്പയർ അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുക, ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഏത് സമയത്തും വരാം. മിനിമം 3-4 മാസം വരെ നിങ്ങളുടെ മാസച്ചെലവ് കവർ ചെയ്യുന്ന ഫണ്ട് ഉണ്ടാക്കുക. എന്നിട്ട് ഈ പൈസ വേറെ ബാങ്ക് അക്കൗണ്ടിൽ വയ്ക്കുക. എക്സ്പെൻസ് മിക്സ് ആവാതിരിക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഈ റൂൾസ് ഫോളോ ചെയ്യൂ. നല്ലൊരു ജീവിതം വാർത്തെടുക്കൂ. വീഡിയോ കണ്ടതിന് നന്ദി. കൂടുതൽ വീഡിയോസ് ആയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.